അധ്യാപകർ പ്രതികളായ MDMA കേസിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ സമിതി അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി. SSK സ്റ്റേറ്റ് അഡീഷണൽ പ്രോജക്ട് ഡയറക്ടറാണ് അന്വേഷണ തലവൻ. പേരാമ്പ്ര BRCയിലും സമീപ BRCകളിലും സമിതി അന്വേഷണം നടത്തും. സാജിദ് അജ്മൽ വിശദാംശങ്ങളുമായി. സാജിദ്, കഴിഞ്ഞ ദിവസം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിൻ്റെ സൂചനകൾ നൽകിയതാണ്. വലിയ നടുക്കം ബാക്കിയാക്കിയ ഒരു സംഭവമായിരുന്നു BRCയിൽ വിദ്യാർത്ഥികൾക്ക് മാതൃകയായ അധ്യാപകർ തന്നെ MDMA വിൽപ്പനക്കാരായി മാറിയ കാഴ്ച. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? കൂടുതൽ അധ്യാപകർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കണം. ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കടക്കുകയാണ്. എങ്ങനെയായിരിക്കും നീക്കങ്ങൾ? സൈഫുദ്ദീൻ, ഈ അധ്യാപകർ ഉൾപ്പെടെ 5 പേരാണ് ഈ കേസിൽ നിലവിൽ പിടിയിലായിട്ടുള്ളത്, ജയിലിൽ കഴിയുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഈ ആഭ്യന്തര വകുപ്പിന്റെ, അതായത് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ സമഗ്ര ശിക്ഷ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടറാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ച് ഉത്തരവിട്ടിരിക്കുന്നത്. MK ഷൈൻമോൻ അഡീഷണൽ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് അന്വേഷിക്കുക. ഇവരോട് എത്രയും പെട്ടെന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ അധ്യാപകർക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട്, ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളിലേക്ക് ഈ ലഹരി കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഈ പേരാമ്പ്ര BRCയും സമീപത്തെ മറ്റ് BRCകളും കേന്ദ്രീകരിച്ചുള്ള ഈ അന്വേഷണം വേണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇവരുടെ സഹപ്രവർത്തകരായ കാവ്യ, കീർത്തന, നീഷ്മ ഇവരുടെ സഹപ്രവർത്തകരായ ആളുകൾ BRCയിലെ BPC അടക്കമുള്ള ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തും. തുടർന്ന് ഒരു സമഗ്രമായ റിപ്പോർട്ട് ഈ പ്രൊജക്ട് ഡയറക്ടർക്ക് കൈമാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈഫുദ്ദീൻ. യെസ്, അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാര്യം പുതിയ കാലത്ത് അധ്യാപകർക്ക് അങ്ങനെ പുതിയ കച്ചവടങ്ങളൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായ നിരീക്ഷണം വേണം. സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ നൽകിയത്.